ചാലിയാർ പഞ്ചായത്തിലെ വട്ടേക്കാട് കഴിഞ്ഞ ദിവസം വനം വകുപ്പ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി വട്ടേക്കാട് രാജഭവൻ രാജേഷിന്റെ വീട്ടുമുറ്റത്ത് പുലിയെത്തിയത്. രാത്രി 8:45 ശബ്ദം കേട്ട് താൻ പുറത്തേക്ക് ഇറങ്ങി ലൈറ്റടിച്ച് നോക്കിയപ്പോഴാണ് പുലി ഓടിമറയുന്നത് കണ്ടതെന്ന് രാജേഷ് പറഞ്ഞു. ഈ വർഷം 3 പ്രാവശ്യം കാട്ടാന തന്റെ വീട്ടുമുറ്റത്തെത്തിയതായും രാജേഷ് പറഞ്ഞു. അത് ലൈറ്റിന്റെ വെളിച്ചത്തില്, ഇലക്ട്രിസിറ്റി വെളിച്ചത്തില് അത് വന്നു. ആ ലൈറ്റ് കണ്ടതോടുകൂടി ഇരുട്ട് ഭാഗത്തേക്ക് ചാടി മടങ്ങി പോവുകയാണ് ചെയ്തത്. അതിപ്പോൾ 2 ദിവസം മുമ്പ് പാടത്ത് വെച്ചിട്ടും പുലിൻ്റെ കാൽപ്പാട് സ്ഥിരീകരിച്ചിട്ടുണ്ട് വനം വകുപ്പ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ഇത് കണ്ടത്, വേട്ടക്കോട് ഭാഗത്ത്. രാജേഷ് വിവരം അറിയിച്ചതോടെ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ KV മുഹസിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വട്ടേക്കാട് മേഖലയിൽ വനം വകുപ്പ് രാത്രികാല പെട്രോളിംഗ് നടത്തിവരുന്നതായി ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു. വേട്ടക്കോട് ഭാഗത്ത് 2 ദിവസം മുമ്പ് രാത്രി പുലി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയതനുസരിച്ച് സ്റ്റാഫിനെ പറഞ്ഞയച്ച് ഞാനും സ്ഥലം ചെന്ന് പരിശോധിച്ചതിൽ പുലിയുടെ ചവിട്ടുപാട് പോലത്തെ ഒരാളെ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞ്. തുടർന്ന് രാത്രിയും നേരം പുലർച്ചെ വരെ ഞങ്ങൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളെല്ലാം പെട്രോളിങ് നടത്തുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം. അപ്പോൾ ഇന്ന് ഇവിടുന്ന് രാജു എന്ന് പറഞ്ഞ ആൾ വിളിച്ച് പറഞ്ഞ ഇവിടെ വീട്ടിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്ഥലം പരിശോധിച്ചെങ്കിലും നമുക്ക് മറ്റുള്ള അടയാളങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ പരിശോധിച്ചെങ്കിലും മറ്റ് ചവിട്ടടയാളങ്ങളോ മറ്റുള്ളതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തുടർന്ന് രാത്രികൾ പെട്രോളിങ് ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. രാജേഷിന്റെ വീടിന്റെ പിൻഭാഗത്ത് ചെറിയ കാൽപ്പാടുകൾ കണ്ടെങ്കിലും പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വട്ടേക്കാട് മേഖലയിൽ ഉൾപ്പെടെ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ടാപ്പിംഗ് തൊഴിലാളികളും രാവിലെയുള്ള നടത്തക്കാരും ആശങ്കയിലാണ്. മലബാർ ടൈംസ്, മലപ്പുറം.